കോർത്ത് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നവരായി കേരളത്തിലെ UDF നേതാക്കന്മാർ മാറുന്നു. ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രിക്കോയെ തങ്ങളെ വിമർശിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയത സൃഷ്ടിക്കുകയാണെന്ന് PMA സലാം പറഞ്ഞു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ അപമാനിച്ച, ലീഗിനെ തകർത്ത, നഷ്ടപ്പെട്ട രാഷ്ട്രീയ സ്വാധീനം തിരികെ പിടിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. തങ്ങളെക്കുറിച്ച് സ്വന്തം പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞതിനെക്കുറിച്ച് മുഖ്യമന്ത്രി കേൾക്കണം. ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏറ്റവും വൃത്തികെട്ട വർഗീയത കളിച്ചത് മുഖ്യമന്ത്രിയാണ്. CPIM സ്വന്തം കാലിലെ മന്ത് മറച്ചുവെക്കാൻ ലീഗിന്റെ തലയിലേക്ക് ഇടുകയാണെന്നും PMA സലാം പറഞ്ഞു. ഈ ഉപതെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് ഏറ്റവും വൃത്തികെട്ട വർഗീയത കളിച്ചത് കേരള മുഖ്യമന്ത്രിയാണ്. പറയേണ്ടി ഒന്നിൽ ഖേദമുണ്ട്. രണ്ട് ഭാഗത്തുമുള്ള വർഗീയതകളെ മാറി മാറി പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് മുതൽ മുഖ്യമന്ത്രി കളിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ കാർഡിനെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, പ്രചരണ തന്ത്രങ്ങൾ, അവസാന ദിവസം കൊടുത്ത പരസ്യങ്ങൾ പോലും എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ഇലക്ഷൻ കമ്മീഷന്റെ പെർമിഷൻ ഇല്ലാതെ മനോരമ പത്രത്തിലും ദേശാഭിമാനി പത്രത്തിലും കൊടുക്കാനുള്ള പെർമിഷൻ വാങ്ങി ആ രണ്ട് പത്രത്തിലും കൊടുക്കാതെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പത്രത്തിൽ മാത്രം ഏറ്റവും വിഷലിപ്തമായ പരസ്യം നൽകി വർഗീയത കളിക്കാൻ കഴിയുമോ അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിച്ചിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് PMA സലാം. താൻ ഉദ്ദേശിച്ചത് പിണറായി വിജയനെ തന്നെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നും അതിൽ ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ലെന്നും PMA സലാം വ്യക്തമാക്കി. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയി അവർ സീറ്റ് കൊടുക്കാതായപ്പോൾ സീറ്റ് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് CPMലേക്ക് കൊണ്ടുവന്ന പിണറായി വിജയനാണ് മറുഭാഗത്തെ നേതാവ്. ആ നേതാവാണ് സെരീനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. എന്റെ വാക്കുകളിൽ വളരെ പ്രകടമാണ്. ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങളുടെ സ്ഥാനാർത്ഥിയും മറ്റൊരു നേതാവിന്റെ സ്ഥാനാർത്ഥിയും എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാതെ പിണറായി വിജയനാണ് എന്ന്. രാഷ്ട്രീയത്തിലില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാവോ പ്രവർത്തകനോ അല്ലാത്ത ഒരു മതസംഘടനാ നേതാവിനെയാണ് എന്ന് മാറ്റിമറിച്ച് ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അത് എയറിലേക്ക് കൊടുത്തത് സംപ്രേഷണം ചെയ്ത് നിങ്ങളൊക്കെയാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ചോദിക്കായിരുന്നു. തന്റെ പ്രസ്താവനയെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണ്. സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് വരികയാണെന്നും അത് തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നിലവിലെ വിവാദമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സർക്കാരിന് ആശ്വാസം. കോടതിയലക്ഷ്യ കേസിൽ ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഹാജരാവേണ്ടെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാവണമെന്ന ഹൈക്കോടതി ഉത്തരവ്